ഭൂമിക്കടിയിൽ ഒരു വിസ്മയം, അതും മഹാരാഷ്ട്ര ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ. മുംബൈയിലെ ലോക് ഭവന് താഴെ 13 മുറികളുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു ബങ്കർ 60 വർഷത്തോളമായി ആരോരും അറിയാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് 2016 ഇത് അവിചാരിതമായി കണ്ടെത്തിയത്. ഇന്നത് സ്വാതന്ത്ര്യ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയമാണ്. അന്ന് 2016 മുംബൈ രാജ്ഭവനിലെ ജീവനക്കാർ നൽകിയ സൂചനയെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഈ ബങ്കർ കണ്ടെത്തിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് സൈനിക ആവശ്യത്തിനു വേണ്ടി വെടിക്കോപ്പുകളും പീരങ്കി ഉണ്ടകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ബങ്കർ പണിതത്. ഏകദേശം 15,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ബങ്കറിന് 150 മീറ്റർ നീളമുണ്ട്. ഒരു കോട്ടയുടേതിന് സമാനമായ 20 അടി ഉയരമുള്ള വലിയ കവാടമാണ് ഇതിനുള്ളത്. പീരങ്കികൾ കൊണ്ടുപോകാനായി പ്രത്യേകം തയ്യാറാക്കിയ പാതകളും ഇതിലുണ്ട്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള 13 മുറികളുള്ള ബങ്കറിൽ വായുസഞ്ചാരത്തിനുള്ള പൈപ്പുകളും വെളിച്ചം കടക്കാനുള്ള സംവിധാനങ്ങളും ഓവുചാലുകളും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരുക്കിയിരുന്നു. സി വിദ്യാസാഗർ റാവു ഗവർണറായിരുന്ന കാലഘട്ടത്തിലാണ് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബങ്കർ കണ്ടെത്തിയത്. 2019 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇത് മ്യൂസിയമായി പ്രഖ്യാപിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രം നേരിട്ട് അനുഭവിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. കൂടാതെ ഇന്ത്യയുടെ സൈനിക ചരിത്രം വിളിച്ചോതുന്ന പ്രദർശനങ്ങളും ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിർമ്മിച്ച ബങ്കർ സന്ദർശിക്കാൻ ഇപ്പോൾ ധാരാളം പേർ എത്തുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് മുംബൈ ലോക് ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത് മ്യൂസിയം സന്ദർശിക്കാവുന്നതാണ്. അമൃത ന്യൂസ്, മുംബൈ.